ഹലോ എവരി വൺ. ഇത് നിങ്ങൾ കാണാൻ ഒരു എൻ്റെ കൈ കെട്ടിയിട്ടിരിക്കുക. ഇതൊരു സിംബോളൈസ് ചെയ്ത് ഞാൻ കാണിച്ചിരിക്കുക. ഇതൊരു അടിമത്തമാണ്. പണ്ട് നമ്മൾ മനുഷ്യരെ പലരും അടിമകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്കറിയാം. അപ്പം ഈ അടിമേനെ അതിൻ്റെ ഉടയോന് കൊല്ലാനുള്ള ലൈസൻസ് വരെയുണ്ട്. അടിമയായിട്ട് തന്നെ അയാൾ ജീവിക്കും, മരിക്കും, അതിനെ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല. ഇതൊരു ഫിസിക്കൽ സംഭവമാണ്. പക്ഷെ ഇന്ന് ഇത് നടക്കത്തില്ല. ഇന്ന് ആരെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഒരാളെ അടിമയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, നിയമമുണ്ട്. പക്ഷെ മാനസികമായി അടിമയാക്കാൻ ശ്രമിക്കും. അത് ഈ ഒരു കെട്ടായിട്ടല്ല അത്. അപ്പൊ അത് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളിത് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു അടിമത്തം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ സ്വയം ഒരു അടിമയാണെന്നും രക്ഷപ്പെടണമെന്ന് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അറിയുന്നില്ല ഇത് നമ്മൾ അടിമയാന്നുള്ള കാര്യം. എപ്പോ നമ്മൾ അടിമയാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലേ ഉള്ളൂ ഈ ചങ്ങല പൊട്ടിക്കാനുള്ള അറ്റംപ്റ്റ് നടത്തും. അല്ലെങ്കിൽ ഈ ചങ്ങല പൊട്ടിക്കത്തില്ല. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ അടിമയാന്ന് തോന്നിയാല് ആ തോന്നലുണ്ടാകുന്ന നിമിഷം നമ്മൾ എങ്ങനെയും ഇത് അറക്കാൻ നോക്കും. പല ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. സിഗരറ്റ്, മദ്യം, ഇതൊന്നും മനുഷ്യത്തിന് ആവശ്യമില്ല, പക്ഷെ നമ്മൾ അടിമയായിരിക്കുകയാണ്. അപ്പൊ സ്വയമേ ഇത് പൊട്ടിക്കുക എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു മാർഗമില്ല. അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ കടം മേടിക്കുന്നത് ഒരു അടിമത്തമാണ്. നമ്മൾ ശരീരത്തിനെ നോക്കാതിരിക്കുന്ന അടിമത്തമാണ്. എക്സസൈസ് ചെയ്യാതിരിക്കുന്ന ഒരു അടിമത്തമാണ്. നമ്മൾ കാര്യങ്ങൾ മാറ്റി വെക്കുന്നത് ഒരു അടിമത്തമാണ്. ജോലി ചെയ്യാതെ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കുമല്ലോ. അങ്ങനെ എന്ത് കാര്യത്തിനകത്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അപ്പം നമ്മളെ ഫിസിക്കലായിട്ടല്ല മെന്റലിയും അടിമയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇതിൽ നിന്ന് എങ്ങനെ മോചനം നേടാൻ പറ്റും? അങ്ങനെ നമ്മൾ സ്വയം ചിന്തിച്ച് ആദ്യത്തെ കാര്യം നമ്മൾ അടിമയാന്ന് മനസ്സിലാക്കുക എന്നുള്ള ഫസ്റ്റ് കാര്യം. പലർക്കും ഇത് അറിയത്തില്ല. അറിയാൻ മേലെങ്കിൽ പൊട്ടിക്കാനും പറ്റിയില്ല. അറിഞ്ഞു തുടങ്ങിയാലേ ഉള്ളൂ നമ്മൾ എവിടെയെങ്കിലും ഉരച്ചാണെങ്കിലും പൊട്ടിക്കാൻ നോക്കുകയുള്ളൂ. അറിഞ്ഞു കഴിയുമ്പോൾ മാത്രം. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങൾ ഏതിനൊക്കെ അടിമയെന്ന് ചിന്തിക്കുക. ഇനി എങ്ങനെ ആ അടിമത്തിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റുമെന്ന് നോക്കുക. അത് സ്വാതന്ത്ര്യമാണ്. അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യാൻ സാധിക്കും. ഫ്രീഡം. ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ബൈ.